ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാദൂസ് വേൾഡ്. ഇന്ന് നമുക്ക് 1 ഇയർ ബേബിയുടെ 1 ഷോൾഡർ മോഡൽ ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ യോക്ക് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 മീറ്റർ കോട്ടൻ്റെ ലൈനിങ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മളിത് ആ മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. 6 ഇഞ്ചാണ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്, ലെങ്ത്ത് 8 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ലെങ്ത്ത്. അതിൽ 1 ഇഞ്ച് സ്ലീവ് അലവൻസും കൂടി ചേർത്താണ് 8 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മൾ ഷോൾഡർ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ലെങ്തും 4 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 4 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം 6 ഇഞ്ച്, അതുപോലെ വെയിസ്റ്റ് ഏരിയയുടെ വണ്ണം 6 ഇഞ്ചും കൂടി അതാ ഇങ്ങനെ അത് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ബേബിയുടെ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ വേസ്റ്റ് ഏരിയ നമുക്ക് 6 ഇഞ്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ഇതാ ഇങ്ങനെ ഒരു കർവ് പോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓഫ് ഷോൾഡർ ആയതുകൊണ്ട് തന്നെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഓഫ് ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെന്താ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെക്ക് 1.25 ഇഞ്ചിൽ ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെറ്റീരിയൽ അതാ നിവർത്തി വെച്ചിട്ട് ആ 1.25 നമ്മൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് 2 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് കഴുത്തിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഒരു യു മോഡൽ വരച്ച് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് കൈക്കുഴിയിൽ കയറ്റി വെട്ടിയില്ലേ അവിടേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ നെക്ക്. എന്നിട്ട് നമ്മളിതാ മെയിൻ മെറ്റീരിയലിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത് 11 ഇഞ്ചാണ്. അപ്പോൾ അത് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് എത്ര മെറ്റീരിയൽ എടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ എത്രയാണോ മെറ്റീരിയലിൻ്റെ വിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഈ 11 ഇഞ്ചിൻ്റെ 2 പീസ്, അതായത് 2 ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടും ബാക്കും പോർഷൻ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് പോർഷൻ ഞാൻ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് സെൻട്രൽ പോർഷനിൽ കൂടി. എന്നിട്ട് ഇതാ സാറ്റേണിൻ്റെ ലൈനിങ് അതിന് മുകളിൽ മെയിൻ ഫാബ്രിക്കും വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ വെച്ച് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഈ 2 പീസും ഒരുമിച്ച് വെച്ചാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തേ. എന്നിട്ട് അടുത്ത് നമ്മൾ സാറ്റേണിൻ്റെ ഒരു പീസ് എടുത്തിട്ട് സ്ട്രാപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിന് 6 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്, 2 ഇഞ്ച് വിട്ടുമാണ്. അപ്പോൾ 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ച് അങ്ങനെ ആ ഒരു ലെങ്ത്താണ് വരുന്നത്. എന്നിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈ സ്ട്രാപ്പ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് 5 ഇഞ്ചാണ് മൊത്തം വേണ്ടത്. അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ അത് വഴി ഇങ്ങനെ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ 5 ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് വരണം. അവിടെ വെച്ചിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്രണ്ടിലെ മെയിൻ മെറ്റീരിയലിൽ ലൈനിങ്ങിൻ്റെ മുകളിൽ മെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് അതിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ലൈനിങ് പീസ് വെച്ച് ഇങ്ങനെ മറിച്ചടിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിലെ പ്ലീറ്റ് ഇടുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഫ്രണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ബേബിയുടെ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ചെല്ലാം ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് അതായത് ബാക്ക് പോർഷനിലെ മെറ്റീരിയൽ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലെ മെറ്റീരിയൽ മാത്രമാണ് മറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ബാക്കിലെ പോർഷനിലോട്ട് ഫ്രണ്ടിലെ ഷോൾഡർ ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി അത് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ മറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേന് സ്റ്റിച്ചെല്ലാം ഹൈഡായിരിക്കും. എന്നിട്ട് നമ്മൾ ഷോൾഡറും നെക്കിൻ്റെ പോർഷനും എല്ലാം ഒന്ന് പതിച്ചടിച്ചു കൊടുത്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സാറ്റേണിൻ്റെ മെറ്റീരിയൽ 10 ഇഞ്ച് നീളത്തിലാണ് സ്കേർട്ട് പോർഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വേസ്റ്റ് ഏരിയയുടെ വിഡ്ത്ത് അനുസരിച്ച് അത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ മെയിൻ മെറ്റീരിയൽ അതനുസരിച്ച് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്ക് കോട്ടൻ്റെ ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനെ യോക്ക് പോർഷനുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 4 ലെയറിൽ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രാപ്പിൻ്റെ അവിടെ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു തുണിയെടുത്ത് അതിനെ ക്രോസ് പീസായിട്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ നൂലൊക്കെ ഒന്ന് വലിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേനും ഫ്ലവറായി. പിന്നെ ഞാൻ ആ ഷോൾഡർ വരുന്ന അവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് അതുകൂടി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രോക്ക് കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്